അപ്പൊ 2 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ വരൂ രാജേട്ടാ വരൂ. അതാണ് ഈ വ്യക്തിയോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അതല്ല നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ രാജാന്റെ വളർച്ച ചെറിയ രീതിയിൽ അൾട്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലിട്ട് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടതെന്നുള്ള ഒരു കമന്റ് നിങ്ങൾ ചെയ്യുക. നല്ല കമന്റ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് അതിലുള്ള മാറ്റങ്ങൾ വണ്ടിയിൽ നമ്മൾ വരുത്തും. അപ്പൊ 2 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാധനം കിട്ടാത്തതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് വന്ന് അങ്ങനെ സാധനം ഫിറ്റ് ചെയ്തു. ദൈവഭാഗ്യം നമുക്ക് ഒരു ബെൽറ്റിന്റെ മാറ്റാനുള്ള ഒരു സമയം വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവില്ല. ചേട്ടാ നോക്കി ഒറ്റയടിക്ക് സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി. അപ്പൊ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ വരൂ രാജേട്ടാ വരൂ. ഇതാണ് ഈ വ്യക്തിയോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില പ്രൊഡക്ഷൻ നിർത്തുന്ന വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാം. കോഴിക്കോട് നിങ്ങൾക്ക് എന്ത് സ്പെയർ പാർട്സിന്റെ ആവശ്യം ഉണ്ടെങ്കിലും നമ്പർ കൊടുക്കേണ്ട രാജാറിനെ വിളിക്കുക. കാരണം നിങ്ങൾക്ക് ഞാനൊരു വണ്ടി കൂടി ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ, ഇത് ഗ്ലോബൽ ഫിയസ്റ്റയാണ്. ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ഇറങ്ങിയ പിന്നെ ഫോർഡിന്റെ ഗ്ലോബൽ ഫിയസ്റ്റയാണ്. പുള്ളിനെ തേടി വരുന്നതൊക്കെ വളരെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏത് വണ്ടിക്ക് സ്പെയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രാജാന്റെ നമ്പറിൽ വിളിക്കുക. രാജാന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. അതല്ല നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ ശേഷം നല്ല രീതിയിൽ രാജാന്റെ വളർച്ച ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരുപാട് വണ്ടികളുണ്ട്. സോറി, ആ വെള്ള വണ്ടി വർക്ക്ഷോപ്പ് വണ്ടിയല്ല, നമ്മൾ വന്ന വണ്ടിയാണ്. അത് നിങ്ങൾക്ക് വയ്യെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ രാജാന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കയ്യിലെ കൊണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളി. എന്തായാലും ബെൽറ്റൊക്കെ പുള്ളീൻ്റെ ബെൽറ്റ് കുടുക്കി. നമുക്ക് എഞ്ചിൻ റൂം കാണാം. ഒന്ന് നിർത്തിയിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് പൂപ്പലും കാര്യങ്ങളുള്ളൂ. വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് പോകുന്നു കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സ്റ്റാർട്ടിങ് ഉണ്ടോ? സ്റ്റാർട്ടിങ് ചെറിയ ഡിലേ ഉണ്ടെന്നുള്ളൂ, പക്ഷേ അടിപൊളിയാണ്. ബാറ്ററീൻ്റെ പ്രശ്നം കൊണ്ടാണ് ചെറിയൊരു ഡിലേ എടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ വർക്കുകളൊന്നുമില്ല. നിലവിൽ ഇലക്ട്രിക്കൽ ചില ഫ്യൂസുകളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്താൽ ലേശം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത വണ്ടി പക്കയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ല രീതിയിൽ ഏത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഏത് സമയത്തും നമുക്ക് ഉപകരിക്കും. അത് വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടുപോവുക. കിട്ടാത്ത സ്പെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാരുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഇതിൻ്റെ സ്പെയർസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നല്ല രീതിയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ 1-2 വർഷങ്ങൾ വെച്ചാൽ വണ്ടി ഉഷാറാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിനീഷാറിനോട് പറയാം. എന്താ വിനീഷേട്ടാ പറയാമല്ലോ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ സൺറൂഫ് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതേ രീതിയിൽ എ സിക്ക് ചെറിയ കൂളിംഗ് കുറവുണ്ട്. വണ്ടി കുറച്ചാൽ നിർത്തിയിട്ടാണല്ലോ. അപ്പോൾ ഈ 2 കംപ്ലൈൻറ്റ് ഒരാഴ്ച കൊണ്ട് രാജേട്ടൻ തന്നെ റെക്ടിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ അൾട്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് നല്ല അൾട്രേഷൻ ചെയ്ത് വണ്ടിയുടെ ഫോട്ടോസ് ഉണ്ടെങ്കിലും പിന്നെ ചെയ്യാനുള്ള എന്തെങ്കിലും ഇപ്പോൾ അലോയ് വീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യാൻ നല്ല മോഡിഫിക്കേഷൻ ചെയ്യുന്നത് വണ്ടിയുടെ ഫോട്ടോസ് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കമൻസിലൊന്നും രേഖപ്പെടുത്തിയാൽ നമുക്ക് എന്താക്കാം കുറച്ചൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി രാകേഷിനെ അല്ല, ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ വണ്ടികൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നിങ്ങളിങ്ങനെ റോഡ് സൈഡിലിട്ട് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വില കുറച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന വർക്ക്ഷോപ്പുകാർക്കൊക്കെ ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ ഓടിക്കോടും. കാരണം ഈ വണ്ടി പോലും നമുക്ക് ആ ഒരു ബെൽറ്റ് മാറ്റി ജസ്റ്റ് ഒരു ചാർജുള്ള ബാറ്ററി വെച്ചപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ എഞ്ചിൻ റൂം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് കാലം നിർത്തിയിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് പൂപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹിച്ചെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് നിങ്ങൾ ചിന്തിക്കണം, 2010 ഒരു 18 ലക്ഷം രൂപേൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വണ്ടിയാണ്. അതും സൺറൂഫ്, ഓട്ടോമാറ്റിക്, ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം ടോപ്പിൻ്റെ 6 എയർ ബാഗോളം വരുന്ന വണ്ടി. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എന്ന് പറയുന്നത് പല ആൾക്കാരുടെ സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നങ്ങൾ എന്താവരുത്, റോഡിൻ്റെ മുകളിൽ വലിച്ചെറിഞ്ഞ് പോകാനുള്ള ആവരുത്. അതിന് പകരം അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ട കേസ്. ഇപ്പോൾ നമ്മളെന്താ തീരുമാനിച്ചാൽ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടതെന്നുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക. നല്ല കമൻറ്റ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് അതിലുള്ള മാറ്റങ്ങൾ വണ്ടിയിൽ നമ്മൾ വരുത്തും. അതേപോലെ തന്നെ ഈ പുള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ, വർക്ക്ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളി ഇതിൻ്റെ സ്പെയറൊക്കെ പിന്നെ എത്തിച്ചതും വർക്ക് എടുത്തതൊക്കെ കാരണം വളരെ പെർഫെക്റ്റിലാണ്. അതായത് നമുക്ക് കാണാം ഇവിടെ അധികം വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് റെയർ ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എനിവേ നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ വീണ്ടും നിങ്ങളതിൽ അറിയിക്കുന്നതാണ്. ഇതിൻ്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.